5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 2017 ഏപ്രിൽ മാസം 8-ന് ശേഷമുള്ള പത്രങ്ങൾ, മലയാള പത്രങ്ങളും വിഷ്വൽ മീഡിയകളും ഓൺലൈൻ ചാനലുകളും കണ്ടവർ ഞെട്ടി. 4 മൃതദേഹങ്ങൾ മഴ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം, 4 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം അത് മൃതദേഹങ്ങളാക്കി ചുട്ടരിച്ചു 2-ാം നിലയിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ആ കേസിൻ്റെ വിധി നാളെ വാദം കേട്ട് വിധിയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.9 കിലോമീറ്റർ 3 കിലോമീറ്ററിന് താഴെയുള്ള നന്ദൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് 2 വെള്ളരിപ്രാവുകളുടെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളുടെ അടയാളമുള്ള ഗേറ്റോട് കൂടിയ ബെയിൻസ് കോമ്പൗണ്ടിലെ 32-ാം നമ്പർ വീട്, അവിടെയുണ്ടായിരുന്ന കേതൽ ജീൻസൺ രാജ എന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ വിദേശത്ത് പഠിക്കാനായി വിദേശത്ത് അയക്കുന്നു. പഠനം മുടങ്ങുന്നു. എപ്പോഴും കമ്പ്യൂട്ടർ ഗെയിമും അതുപോലുള്ള കാര്യങ്ങളിലാണ്, ഭക്ഷണത്തിലുമൊക്കെയാണ് ഈ കേതലിന് താല്പര്യം. ഇത് ചോദ്യം ചെയ്ത പിതാവിനെ വകവരുത്താൻ ആദ്യം തീരുമാനിക്കുന്നു. നിരവധി സീരിയലുകളും സിനിമകളും ഗൂഗിളിൽ വീഡിയോകളും കണ്ട് ചില പ്ലാനുകൾ തയ്യാറാക്കുന്നു. സോംബി ഗോ ബൈ ഗോ എന്ന വീഡിയോ കാണാനിടയാകുന്നു. തലയ്ക്ക് പിറകിൽ മഴ കൊണ്ടടിക്കുവാനുള്ള തീരുമാനമെടുത്ത് ഓൺലൈനിൽ ആക്സ് വാങ്ങുന്നു. എല്ലാം പ്ലാൻ ചെയ്തു. അച്ഛനെ മാത്രം കൊല്ലാനായിരുന്നു ആദ്യത്തെ പദ്ധതി. രാജാതങ്കമെന്ന സ്വന്തം അച്ഛനെ കൊല്ലുക എന്ന പദ്ധതിയോടുകൂടി ആരംഭിച്ചെങ്കിലും അച്ഛനെ മാത്രം കൊന്നാൽ മറ്റുള്ളവർ സംശയിക്കുമെന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് എല്ലാവരെയും കൊല്ലാൻ തീരുമാനിച്ചു. ബെയിൻസ് കോമ്പൗണ്ടിലെ 32-ാം നമ്പർ വീട്ടിൽ 2-ാമത്തെ നിലയിൽ അർദ്ധരാത്രി കമ്പ്യൂട്ടർ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓരോരുത്തരെയായി ഗെയിം കാണാനെന്ന് പറഞ്ഞ് മുകളിലേക്ക് വിളിക്കുന്നു. ആദ്യം എത്തിയത് അമ്മ ഡോക്ടർ ജീൻ പത്മയായിരുന്നു. അമ്മ കമ്പ്യൂട്ടറിൽ ഗെയിം നോക്കുന്ന സമയം കൊണ്ട് തലയുടെ പുറകിൽ ആക്സ് കൊണ്ട് വെട്ടി അമ്മയെ കൊല്ലുന്നു. ആ ഡെഡ് ബോഡി അവിടെ നിന്ന് വലിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി അടച്ചു വെക്കുന്നു. തുടർന്ന് അച്ഛൻ രാജാതങ്കം, അല്ലെങ്കിൽ ഈ ജീൻ പത്മയുടെ ഭർത്താവ് രാജാതങ്കത്തെ കൊല്ലുന്നു. അതുപോലെ തന്നെ കരോളി, മറ്റൊരു മകളായിട്ടുള്ള കരോളി, ഒരു ബന്ധുവായിട്ടുള്ള ലളിത, 4 പേരെയും കൊല്ലുന്നു. 4 പേരെയും കൊന്നതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് പണവും ID കാർഡും വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് വീണ്ടും മദ്രാസിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. മദ്രാസിൽ നിന്ന് തിരിച്ചെത്തി വീണ്ടും തമ്പാനൂരിൽ എത്തുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ ആഭിചാരക്രിയ എന്ന് പറയുന്ന, അതായത് ഈ ഭൂതം, പ്രേതം, പിശാച്, കാശുണ്ടാക്കുക, നിധിയെടുക്കുക, അങ്ങനെയൊക്കെ പറയുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ തിയറികളുണ്ട്. അതിൽ ആകർഷണമായിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നു. താൻ മാനസിക രോഗിയാണ് എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഡോക്ടർ മോഹൻ റോയിയുടെ നേതൃത്വത്തിലുള്ള മാനസിക രോഗ വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സംഘം പരിശോധിച്ചതിൽ നിന്ന് അദ്ദേഹത്തിന് മെഡിക്കൽ ഇൻസാനിറ്റി ഒന്നും ഇല്ല, അതിൻ്റെ ആനുകൂല്യമില്ല എന്ന് ഒരു വിവരം കിട്ടുന്നു. ഇന്ത്യൻ പീനൽ കോഡ് 84 പ്രകാരം ഒരാൾ ഒരു കൃത്യം ചെയ്യുമ്പോൾ ആ കൃത്യത്തിൻ്റെ അപകടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ കൃത്യം ചെയ്താൽ ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും ബോധവാനാണെങ്കിൽ മാനസിക രോഗി ആയാൽ പോലും കുറ്റമായി കണക്കാക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം കേതൽ ഈ മാനസിക രോഗം, ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ കഥ പറയുന്നത്. ആ കഥ പോലീസ് വിശ്വസിച്ചില്ല, ഡോക്ടർമാരും മുഖവിലക്കെടുത്തില്ല. പിന്നെന്താണ് ഈ കേസിനെ മുന്നോട്ട് നയിച്ചത്? അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഈ കേസിൽ നാം അറിഞ്ഞിരിക്കണം. ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങൾ, തെളിവുകളാണ് മനുഷ്യരെ, ഏത് കൊലപാതകത്തെയും കുറ്റകൃത്യത്തെയും തെളിയിക്കുന്നതിൽ സാഹചര്യ തെളിവുകൾ വളരെ പ്രധാനമാണ്. പക്ഷേ സാഹചര്യ തെളിവുകൾക്കൊരു പ്രശ്നമുണ്ട്. അതൊരു ചങ്ങലയാണ്.
ചങ്ങല മുറിഞ്ഞു പോയാൽ അവിടെ നിൽക്കും. ഒരു തുമ്പിൽ നിന്ന് അടുത്ത തുമ്പിലേക്ക്, അടുത്തതിൽ നിന്ന് അടുത്തതിലേക്ക് ഇങ്ങനെ ചങ്ങല പോലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചങ്ങല മുറിഞ്ഞാൽ, ആ ചെയിൻ ബ്രേക്ക് ചെയ്താൽ പിന്നെ കണ്ടുപിടിക്കുക വളരെ പ്രയാസമാണ്. അപ്പോൾ ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കൊലപാതകവും ഏത് കുറ്റകൃത്യവും തെളിയിക്കാൻ കഴിയുകയുള്ളൂ. ആദ്യം തന്നെ ഒരു കൊലപാതകമോ കുറ്റകൃത്യമോ നടന്നാൽ ആദ്യം തന്നെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, തെളിവുകൾ, FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രതിയുടെ മോട്ടിവേഷൻ, പ്രതിയുടെ രക്ഷപ്പെടൽ രീതി, പ്രതി ചെയ്തിട്ടുള്ള ആസൂത്രണ പ്രക്രിയകൾ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ കേസ് തെളിയിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും കേതൽ ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തി പകയുടേതാണ്. തൻ്റെ അച്ഛനെ കൊന്നു കഴിഞ്ഞാൽ ആ അച്ഛൻ ദേഷ്യപ്പെടുന്നത് നിൽക്കുമല്ലോ, പഠിക്കുന്നതിന് ചോദിക്കാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അച്ഛനെ കൊല്ലുന്നു. അത് മറച്ചു വെക്കാനായി മറ്റുള്ളവരെയും കൊല്ലാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആദ്യം അമ്മയാണ് കൊല്ലുന്നത്, പിന്നെ അച്ഛനെ കൊല്ലുന്നു, മകളെ കൊല്ലുന്നു, സഹോദരിയെ കൊല്ലുന്നു, ബന്ധുവിനെ കൊല്ലുന്നു, വീട്ടിലുള്ള എല്ലാവരെയും കൊല്ലുന്നു. അങ്ങനെ 2017 ഏപ്രിൽ മാസം 8-ാം തീയതി അർദ്ധരാത്രി തിരുവനന്തപുരം നന്തൻകോട് നടന്ന കേസിൻ്റെ വിധി പ്രസ്താവം, വാദം ഏകദേശം പൂർത്തിയായി. അതിൻ്റെ തുടർ നിയമ നടപടികൾ നാളെ കോടതിയിൽ നടക്കുകയാണ്. ഏകദേശം 2017 ശേഷം 3, 5, 8 വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ വിധിയാവുകയാണ്. സാഹചര്യ തെളിവുകളാണ് ഈ കേസിൽ പ്രതിക്കെതിരെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഗൗരവമായ ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രതി എന്ത് കള്ളം പറഞ്ഞാലും അതെല്ലാം നിലനിൽക്കുകയില്ല. പ്രതി ഒരുപാട് കള്ളം പറഞ്ഞു, ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ കള്ളം പറഞ്ഞു, മാനസിക രോഗത്തിൻ്റെ കാര്യം പറഞ്ഞു, പണമൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു, അങ്ങനെ ഒരുപാട് കള്ളം പറഞ്ഞു. ആ കള്ളമെല്ലാം ഒന്നൊന്നായി പൊളിക്കുന്നതിന് സാഹചര്യ തെളിവുകൾക്ക് കഴിഞ്ഞു. എന്താണ് വിധി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും പകയുടെയും പിന്നെ ക്രൂരതയുടെയും പുതിയ കഥകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. വിധി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.